மனசுக்குள்ள சந்தோஷம் நிலைச்சிருக்க நடக்கும் தன்னாலே உன்னக்க பின்னாலே കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു, ഒരു തമിഴ്നാട് ആംപ്ലിഫയർ പൊളിച്ചാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ഫുൾ വർക്ക് നമ്മൾ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആംപ്ലിഫയർ നമുക്ക് ഫുൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ വിശേഷങ്ങളും ഇതിലെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ എന്നും പറയാനുള്ള പോലെ തന്നെ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ മറന്നു പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറക്കാണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോഴാണ് നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം കിട്ടുള്ളൂ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ആംപ്ലിഫയറിനെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. നമ്മൾ ആദ്യം തന്നെ ഈ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് പരിചയപ്പെടാം. ഇതിൽ ഒരു US മൊഡ്യൂൾ വരുന്നുണ്ട്, പിന്നെ ഒരു 5.1 2.1 ഒരു സ്വിച്ച്, പിന്നെ ഇത് ഓക്സിലറി സ്വിച്ചാണ്, ഓക്സ് 1 ഓക്സ് 2 ആണിത്. ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ USB-യും പുള്ള് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. പിന്നെ ഇത് ട്രിബിളിൻ്റെ കൺട്രോളാണ്. ഇത് ബേസ്, ഇത് സബ് 1, ഇത് സബ് ഡൈനിറ്റി, ഇത് സബ് JBL, അങ്ങനെയാണ് നമ്മളിതിനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സബ് 1, ഇത് സബ് 2, പിന്നെ ഇത് സെൻറ്റർ, ഇത് റിയർ എന്ന് പറഞ്ഞാൽ സറൗണ്ട്, പിന്നെ ഫ്രണ്ട്, പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മാസ്റ്റർ വോളിയം, പിന്നെ ഒരു ഓൺ ഓഫ് ബട്ടൺ. ഇങ്ങനെയാണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റുകളും അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള ഡീറ്റെയിൽസൊക്കെ വരുന്നത്. ഇതൊക്കെ തമിഴ്നാട്ടിൽ അടിച്ചു വരുന്ന ഒരു പാനലാണ്. കേസിൻ്റെ ഒപ്പം തന്നെ വരുന്ന റേറ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ടേജിൽ വരുന്നത്. അപ്പോൾ ആംപ്ലിഫയർ ഞാൻ ഒന്നുകൂടി നമുക്ക് ഇതാക്കി കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഇപ്പോൾ ഈ ആംപ്ലിഫയറിന് കസ്റ്റമർ എനിക്ക് തന്നൊരു ടാസ്ക് എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ STK 414 ആയിരുന്നു ഫുൾ ഉണ്ടായിരുന്നത്. ആൾക്കതൊക്കെ മാറ്റി നല്ല പവർ കൂടിയ ട്രാൻസ്ഫർ ആംപ്ലിഫയർ ആക്കണം എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള IC ആണെങ്കിൽ IC ഏത് വേണമെങ്കിൽ വെച്ച് ഉപയോഗിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ IC എനിക്ക് എടുക്കാൻ കുറച്ച് പേടിയാണ്, കാരണം STK നമുക്ക് ഒറിജിനലൊന്നും അങ്ങനെ കിട്ടുന്നില്ല. STK നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം എപ്പോൾ വേണമെങ്കിലും അടിച്ചു പോകുമ്പോൾ ഓഫർ അതേപോലെ തന്നെ ട്രാൻസ്ഫർ അല്ലാന്ന് തന്നെ പോകും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിലേക്ക് പോഞ്ഞത്. പിന്നെ കസ്റ്റമർ ഇതിലൊരു ഇപ്പോൾ JBLൻ്റെ സബ് ഓഫർ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഡൈനിറ്റിയുടെ സബ് ഓഫറാണ് കസ്റ്റമർ അതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സബ് ഓഫർ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. ഇപ്പോൾ രണ്ടിനും നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നേരെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിലേക്ക് പോകാം. അപ്പം നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ എല്ലായിടത്തേക്കും ഒന്ന് എത്തിക്കാം. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല, ഈ ആംപ്ലിഫയർ അനലോഗിൽ ഡോൾബി DTS വർക്ക് ചെയ്യുന്ന ഒരു അനലോഗ് ആംപ്ലിഫയറാണ്. അപ്പം നമുക്ക് തന്നെ ഇപ്പം ഞാൻ ഒരിതെല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യം തന്നെ നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ടൊറോഡയിൽ ട്രാൻസ്ഫോമറാണ്. ഇതിനകത്ത് നമ്മൾ 2 ടാപ്പിംഗ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഈ ആംപ്ലിഫയറിന് വേണ്ട ആംബിയർ എത്രയാണോ ആ ഒരു കണക്കിൽ തന്നെ നമ്മളിത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന് പറ്റിയിട്ടുള്ള 2 ഫിൽട്ടർ സ്റ്റേജ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിൽട്ടർ സ്റ്റേജ് വരുന്നത് നമ്മുടെ 5 ചാനലിലേക്കും, ഈ ഒരു ഫിൽട്ടർ സ്റ്റേജ് വരുന്നത് ഈ 2 സബിലേക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെടുത്തിരിക്കുന്നത്.
ഇതിൽ നമ്മൾ ഈ ഒരു ഫിൽറ്റർ സ്റ്റേജ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ 19435200 വരുന്ന 5 ചാനൽ വരുന്ന ഈ ഒരു പവർ ആംപ്ലിഫയറിലേക്കാണ് നമ്മളിതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇത് നമ്മുടെ നാട്ടിൽ മേടിക്കാൻ കിട്ടുന്നൊരു ബോർഡാണ്. ഇതിൽ ചെറുതായിട്ട് നമ്മൾ ഫീഡ്ബാക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടോൺ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മൾ നോർമലി ഉപയോഗിക്കുമ്പോൾ ഇതിന് ഇത്തിരി ടോൺ കുറച്ച് കുറവാണ്. അതായത് ഹൈ കുറച്ച് കുറവാണ്, മിഡും ബേസും നല്ല രീതിക്ക് ഉണ്ടാവും. അപ്പം അതിന് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിൽ വരുന്നത് നമ്മുടെ തന്നെ മോസ്ഫെറ്റ് ബോർഡാണ്. നമ്മുടെ പേരുണ്ട് ഈ ബോർഡുമേ. അപ്പോൾ ഈ മോസ്ഫെറ്റ് ബോർഡ് നമ്മൾ ഏകദേശം മാക്സിമം ഒരു 200 വാട്ട്സാണ് നമ്മളിതിൽ റീച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള മോസ്ഫെറ്റും അതിനനുസരിച്ചുള്ളൊരു ഡ്രൈവ് സ്റ്റേജൊക്കെ നമ്മൾ പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 100 വാട്ട്സിൻ്റെ ആ റേഞ്ചിലേക്ക് മാക്സിമം 100 വാട്ട്സ് കിട്ടുന്ന രീതിയിൽ നമ്മളിവിടെ TDR 7294 ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് സെപ്പറേറ്റ് നമ്മളൊരു ഫിൽട്ടർ സ്റ്റേജ് കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ 2 സബ് ഉപയോഗിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഡ്രോപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം കൂടി ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു 7 ഇഞ്ചിൻ്റെ ഹീറ്റ് സിങ്ക് നമ്മൾ സബിൻ്റെ സൈഡിലും, അതേപോലെ തന്നെ ഒരു 6 ഇഞ്ചിൻ്റെ ഒരു ഹീറ്റ് സിങ്ക് അത് ലീഫ് ടൈപ്പിൽ നല്ല കനമുള്ള ടൈപ്പാണ്. ലീഫ് ടൈപ്പിൽ നമ്മൾ 7294 കൊടുത്തിട്ടുണ്ട്. ചാനലിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ 19435200 ആണ് ഇതിൽ വരുന്നത്. നമുക്ക് ഏകദേശം ഒരു ചാനൽ 100 വാട്ട്സാണ് ഇതിൽ റീച്ച് ചെയ്യുക. അതിയെ ഒരു 2 ട്രാൻസിസ്റ്ററിൻ്റെ മാക്സിമം ഔട്ട്പുട്ടാണ്. നമുക്ക് നല്ല രീതിയിൽ ഒരു 80 വാട്ടൊക്കെ നല്ല ക്ലിപ്പിങ്ങില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ആ റേഞ്ചിൽ നോക്കിയാൽ മതി. 100 വാട്ട്സ് വരെ നമ്മൾ അങ്ങനെ നോമിനിൽ നമ്മളങ്ങനെ പറയുന്നതാണ്. പിന്നെ നമ്മളൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു എക്സ്ട്രാ ഒരു റിലേയും കൂടി ഇതിന് വേണ്ടി നമ്മൾ കണക്കാക്കി ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കിവിടെ 2 സബ് വരുന്നുണ്ട്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ ഒരു എക്സ്ട്രാ ഒരു റിലേ ചെയ്തിട്ടുണ്ട്. ഇതിൽ സബിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വലിയ റിലേയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി ചെറിയ റിലേകൾ ഫുള്ളും നമ്മൾ ഈ ചാനലുകൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സ്പീക്കർ സോക്കറ്റുകളൊക്കെ ഇതിലുണ്ടായിരുന്നതാണ്, നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിലുള്ളതിൽ തന്നെയാണ് നമ്മൾ ആ കണക്ഷനുകൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഒരു കൂളർ ഫാനാണ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു കൂളർ ഫാൻ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന കൂളർ ഫാൻ എയർ ഔട്ടാണ്. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ഹീറ്റായിട്ടുള്ള എയറിനെ പുറത്തേക്ക് വലിച്ചു കളയാനാണ് ഈ ഒരു ഫാനോട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു കൂളർ ഫാൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നിന്നുള്ള എയറിനെ ഇന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഈ സബൂഫറിൻ്റെ സൈഡ് ഈ ഭാഗങ്ങളൊക്കെ നല്ലപോലെ ഹീറ്റ് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സൈഡിലാണ് ഫാൻ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഹോട്ടായിട്ടുള്ള എയർ ഇതിലെ വന്ന് ഈ ഫാൻ വഴി പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഫ്യൂടെക്കിൻ്റെ മിനി ഡീകോഡർ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഡോൾബി ഡിജിറ്റൽ DTS+, ഡോൾബി ഡിജിറ്റൽ PCM എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു HDMI ARC ഉള്ള ഒരു മിനി ഡീകോഡറാണ്. അപ്പോൾ ഇത് കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സ്വിച്ചിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 5.1 സ്വിച്ചാണ് ഈ വരുന്നത്. പിന്നെ ഇത് USB, ഇത് ഓക്സ്. പിന്നെ നമ്മളിവിടെ ഒരു പ്രൊലോജിക് ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ലപോലെ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. ഈ ബോർഡ് നല്ലപോലെ ഓൾട്ടർ ചെയ്ത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ സബ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ചാനലും അതേ റേഞ്ചിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബേസ് ട്രിബിളും നമ്മൾ റൈസ് ചെയ്യുമ്പോൾ അതൊരിക്കലും വോയിസിന് കയറി പിടിക്കാത്ത രീതിയിലാണ് ഇതിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സബ്സോണിക് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സബ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് സബ്സോണിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രൊലോജിക്ക് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. പ്രൊലോജിക്ക് അടക്കമായിട്ടാണ് നമ്മൾ ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ആംപ്ലിഫയർ വർക്കിംഗ് വേറെ ലെവലാണ്. 2 സബും അതിനൊത്ത ചാനലുകളിലും കൊടുത്തു കഴിഞ്ഞാൽ പറക്കണ വർക്കിംഗ് ആണ്. ശരിക്കും നമുക്ക് 1-2 ഓഡിയോ ക്ലിപ്പുകൾ നമുക്കൊന്ന് കേൾക്കാം, പറയാൻ എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ് വെറുതെ കാട് കയറുന്നില്ല. നമുക്ക് നേരെ നമുക്ക് ചെക്ക് വീഡിയോയിലേക്ക് പോകാം.